രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് ചുക്കാൻ പിടിക്കാനും അവരുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ നടപ്പിലാക്കാനും ശ്രമിക്കുന്നു എന്ന ആക്ഷേപം നേരിടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സീനിയർ അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി കൃത്യമായ ഭരണഘടനാ പ്രതിരോധം തീർത്തുകൊണ്ട് പൂട്ടിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR നടപടിക്രമങ്ങളുടെ ഭരണഘടനാപരമായ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിർണായക വാദങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഈ SIR നടപടിക്രമങ്ങൾ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ് എന്നാണ് സിംഗ്വി കോടതിയിൽ ശക്തമായി വാദിച്ചത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നിയമങ്ങളുടെ അടിസ്ഥാനപരമായ ഘടനയെ തന്നെ തകർക്കുന്നതാണ് കമ്മീഷന്റെ ഈ നിയമലംഘനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടനയുടെ 324 അനുച്ഛേദ പ്രകാരം തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം, ദിശാസൂചന, നിയന്ത്രണം എന്നിവയ്ക്ക് അധികാരം നൽകുന്നുണ്ട്. എന്നാൽ ഈ അധികാരം പരിപൂർണമല്ല. തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം 327 അനുച്ഛേദ പ്രകാരം പാർലമെന്റിനാണ് നൽകിയിട്ടുള്ളത്. പാർലമെന്റ് ജനപ്രാതിനിധ്യ നിയമം 1950 ROPA പോലുള്ള നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പാർലമെന്റിന്റെ നിയമത്തിന് വിധേയമായി മാത്രമേ കമ്മീഷന് പ്രവർത്തിക്കാൻ സാധിക്കൂ. അതായത് പാർലമെന്റ് നിയമം ഉണ്ടാക്കിയ ഒരു വിഷയത്തിൽ കമ്മീഷന് സ്വന്തമായി നിയമങ്ങൾ നിർമ്മിക്കാനോ നിലവിലെ നിയമത്തെ മറികടന്ന് പുതിയ നടപടിക്രമങ്ങൾ കൊണ്ടുവരാനോ സാധിക്കില്ല. പാർലമെന്റിന്റെ നിയമമാണ് ഇവിടെ പരമാധികാരി. പാർലമെന്റ് ഉണ്ടാക്കിയ നിയമം നിലനിൽക്കെ അതിനെ മറികടന്ന് പ്രവർത്തിക്കാൻ കമ്മീഷൻ നടത്തുന്ന ഏതൊരു നീക്കവും നിയമങ്ങളെ ധിക്കരിക്കുന്നതിന് തുല്യമാണെന്ന് സിംഗ്വി വാദിച്ചു. പാർലമെന്റ് നിയമം വഴി അനുവദിച്ച ഫോമുകൾ, അതായത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനോ ഒഴിവാക്കാനോ ഉള്ള ഫോം 4, ഫോം 6, ഫോം 7 എന്നിവ മാത്രമേ കമ്മീഷന് ഉപയോഗിക്കാൻ അധികാരമുള്ളൂ. എന്നാൽ SIR നടപടിക്കായി കമ്മീഷൻ കൊണ്ടുവന്ന പുതിയ ഫോമുകൾക്ക് പാർലമെന്റിന്റെ നിയമത്തിന്റെ പിൻബലമില്ല. കമ്മീഷൻ ഒരു മൂന്നാം നിയമനിർമ്മാണ സഭയല്ലെന്നും നിയമനിർമ്മാണം നടത്താൻ കമ്മീഷന് കേവലമായ അധികാരം നൽകുന്നില്ലെന്നും മുമ്പുള്ള കോടതി വിധികളിൽ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. മാർഗനിർദ്ദേശങ്ങളില്ലാത്ത ഇത്തരം കേവലാധികാരം നിയമവാഴ്ചയുടെ അടിസ്ഥാന ഘടനയെ തന്നെ തകർക്കുന്നതാണ് എന്നും അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാട്ടി. SIR നടപടിക്രമം വിഭാവനം ചെയ്യുന്നത് കൂട്ടായ പരിശോധനയാണ്. എന്നാൽ നിലവിലെ നിയമങ്ങൾ അനുശാസിക്കുന്നത് വോട്ടർ പട്ടികയിൽ ആക്ഷേപങ്ങളോ പുതിയ അപേക്ഷകളോ ഉണ്ടാകുമ്പോൾ ഓരോ കേസും വ്യക്തിഗതമായി പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാനാണ്. അതായത് ഒരു കൂട്ടായ ശുദ്ധീകരണ പ്രക്രിയയ്ക്കുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിയമം നൽകുന്നില്ല. ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ബ്ലാങ്കറ്റ് നടപടികൾ നിയമപരമായി നിലനിൽക്കുന്നതല്ല. SIR വഴി നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ളവരെ താൽക്കാലിക അതിഥികൾ ആയി പ്രഖ്യാപിക്കുകയും നിർദ്ദിഷ്ട രേഖകൾ ഹാജരാക്കി പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള ഗുരുതരമായ വ്യതിചലനമാണ്. കൂടാതെ ഈ നടപടിക്രമം രാജ്യത്തെ പൗരന്മാരുടെ പൗരത്വം നിർണ്ണയിക്കുന്നതിനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കുന്നതിന് തുല്യവുമാണ്. മാതാപിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ ആവശ്യപ്പെടുന്ന ഈ നടപടി പൗരത്വ ട്രിബ്യൂണലുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയത്തിൽ കമ്മീഷൻ ഇടപെടുന്നതിന് തുല്യമാണ്. പൗരത്വത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്താൻ കമ്മീഷന് അധികാരമില്ല. SIR നടപടിക്രമം ഭരണഘടനയുടെ 14 അനുച്ഛേദം ഉറപ്പു നൽകുന്ന സമത്വത്തിനും വിരുദ്ധമാണ്. 2003 മുൻപ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരെ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കുകയും അതിനുശേഷം ചേർത്തവരെ മാത്രം കർശനമായ നിബന്ധനകൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നത് നിയമത്തിനു മുന്നിൽ വിവേചനം സൃഷ്ടിക്കുന്നു. മാത്രമല്ല, മാതാപിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനുള്ള നിബന്ധന പലർക്കും വോട്ടവകാശം നഷ്ടപ്പെടാൻ കാരണവുമാകും. ഈ രീതിയിലുള്ള ഉപവിഭാഗീയത വിഭജനം സാധുതയില്ലാത്തതും ഏകപക്ഷീയവുമാണ്. അതുകൊണ്ട് പാർലമെന്റ് നിയമം നിർമ്മിച്ച ഒരു വിഷയത്തിൽ അതിനെ മറികടന്ന് പ്രവർത്തിക്കാൻ കമ്മീഷന് അധികാരമില്ല. കമ്മീഷന്റെ നടപടിക്രമം നിയമപരമായ പരിധി ലംഘിക്കുകയും ഇത് നിയമവാഴ്ചയെയും ജനാധിപത്യപരമായ അവകാശങ്ങളെയും തകർക്കുന്നതിന് കാരണമാവുകയും ചെയ്യുമെന്നും അഭിഷേക് സിംഗ്വി സ്ഥാപിച്ചു. നിയമപരമായ അധികാരമില്ലാത്ത ഇത്തരം നടപടികളിൽ നിന്നും കമ്മീഷൻ പിന്മാറണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിയമം അനുശാസിക്കുന്ന വ്യക്തിഗത പരിശോധനകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റൊരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നിയമപരമായ പ്രതിരോധം തീർക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന സ്ഥിതിയാണുള്ളത്. അഭിഷേക് സിംഗ്വിയുടെ ഭരണഘടനാപരമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ കമ്മീഷൻ മറുപടി നൽകാൻ പാടുപെടുന്ന കാഴ്ചയാണ് കോടതിയിൽ പിന്നെ അരങ്ങേറിയത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധിയെയും പൗരന്മാരുടെ വോട്ടവകാശത്തെയും നിയമപരമായി നിർവചിക്കുന്ന ഈ സുപ്രധാന കേസിൽ കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അടിപതറുന്ന സ്ഥിതിയാണുള്ളതെന്ന സൂചന നൽകിക്കൊണ്ടാണ് ഈ വാദങ്ങൾ നിലവിൽ അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധിയെയും പൗരന്മാരുടെ വോട്ടവകാശത്തെയും നിയമപരമായി നിർവചിക്കുന്ന ഈ സുപ്രധാന കേസിൽ കോടതിയുടെ അന്തിമവിധി നിർണായകമാകും.